സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, രോഗിയായി ഞാൻ നൊന്ത നേരങ്ങളിൽ എന്നെ കാണുവാൻ വന്ന സ്നേഹിതരേ, എന്നെയോർത്തങ്ങ് നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. എന്നെയോർത്തങ്ങു നൊന്തു പ്രാർത്ഥിച്ച ബന്ധുക്കളെ, എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ.
സ്നേഹിച്ചില്ലേ? ഇന്നോളമീ വീടിനുള്ളിൽ നമ്മൾ ഏകമാനസരായി സ്നേഹിച്ചില്ലേ? ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. ഒന്നിച്ചു പ്രാർത്ഥിച്ചും ഉണ്ടുമുറങ്ങിയും ജീവിച്ചില്ലേ? പ്രിയരേ, ഇനി ഞാൻ യാത്രയായിടട്ടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ. പ്രിയമോടെന്നെ ഓർത്തിടണമേ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ. പ്രിയമോടെന്നെ ഓർത്തിടണമേ. കർത്താവേ, ഞങ്ങളുടെ ആയുസ് 70 വർഷമാണല്ലോ. ഏറിയാൽ 80 വർഷമുണ്ടാകും. അതിൽ വലിയൊരു ഭാഗം അധ്വാനവും സങ്കടവുമായി കഴിയുന്നു. ഹൃദയവിജ്ഞാനം പ്രാപിക്കുവാനായി ഞങ്ങളുടെ ആയുസിന്റെ ഹ്രസ്വത ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. ദൈവമായ കർത്താവിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ടാകുമാറാകട്ടെ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ.
നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമകീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ ദൈവനാമകീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച് യാത്രയാകുന്നു ഞാനിതാ മണ്ണിൽ വാസം തീരുന്നു ഇന്നിതാ മാപ്പു നൽകണേ എൻ പിഴകൾക്ക് ഓർക്കണേ പ്രാർത്ഥനയതിൽ മാപ്പു നൽകണേ എൻ പിഴകൾക്ക് ഓർക്കണേ പ്രാർത്ഥനയതിൽ പ്രിയ സ്നേഹിതർ തോഴരെ നിങ്ങൾ സങ്കടമെന്നെ വാഴുക നഗ്നനായി വന്നു നേടിയതെല്ലാം വിട്ടു നഗ്നനായി പോകുന്നു നഗ്നനായി വന്നു നേടിയതെല്ലാം വിട്ടു നഗ്നനായി പോകുന്നു ആരുമില്ലിനി കൂട്ടിന എന്റെ യാത്രയിൽ ഇനി ഏകന സ്വർഗസിയോനിൽ ചെന്നു ചേർന്നിടി കാണും ഞാനവൻ പൊന്മുഖം സ്വർഗസിയോനിൽ ചെന്നു ചേർന്നിടി കാണും ഞാനവൻ പൊന്മുഖം
താഴ്ന്നു പോകുന്ന മൺമയമായ ദേഹവും വന്നു പോകുന്നു വിങ്ങിക്കേഴുമ്പോൾ ഞാനെൻ യാത്ര തുടങ്ങുന്നു. വന്നു പോകുന്നോർ വിങ്ങിക്കേഴുമ്പോൾ ഞാനെൻ യാത്ര തുടങ്ങുന്നു. അന്ത്യചുംബനമേകിയോരെല്ലാം ശാന്തമായി പിരിയുന്നു. ആരുമാരുമെൻ കൂട്ടിനില്ലാതെ ഏകനായി ഞാനുറങ്ങുന്നു. ആരുമാരുമെൻ കൂട്ടിനില്ലാതെ ഏകനായി ഞാനുറങ്ങുന്നു. മണ്ണിലെ വാസം തീർന്നു ഞാൻ മണ്ണിൽ ചേർന്നലിയുന്നിതാ. നിന്നിൽ ദൂതരോടൊത്തു മേഘത്തിൽ അന്ത്യനാളതിൽ കാണുന്ന. നിന്നിൽ ദൂതരോടൊത്തു മേഘത്തിൽ അന്ത്യനാളതിൽ കാണുന്ന. യാത്രയാകുന്നു ഞാനിതാ മണ്ണിൽ വാസം തീരുന്നു ഇന്നിതാ. മാപ്പു നൽകണേ എൻ പിഴകൾക്ക് ഓർക്കണേ പ്രാർത്ഥനയതിൽ. മാപ്പു നൽകണേ എൻ പിഴകൾക്ക് ഓർക്കണേ പ്രാർത്ഥനയതിൽ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ.
വസ്ത്രമൂരിഞ്ഞ ആറടി മണ്ണിലാഴ്ത്തവേ ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ പോകുന്നേ ഞാനും എൻ ഗൃഹം തുറക്കൂ നാഥ കാരുണ്യവായ്പോടെ നോക്കൂ നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ മന്നീതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചകൾ വന്നു പോയെങ്കിൽ മന്നീതിൽ ജീവിച്ച നാളിൽ വന്നു പോയെങ്കിൽ സർവം പൊറുക്കേണേ നാഥാ നിന്റെ കാരുണ്യം അളവറ്റതല്ലോ സർവം പൊറുക്കേണേ നാഥാ നിന്റെ നാഥാ
സ്വർഗീയ താതന്റെ നാമം മന്നിൽ സന്തതം വാഴ്ത്തി പുകഴ്ത്തി. സ്വർഗീയ താതന്റെ നാമം മന്നിൽ സന്തതം വാഴ്ത്തി പുകഴ്ത്തി. സ്വർഗകവാടം തുറക്കൂ നാഥ, കാരുണ്യവായ്പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങോ വന്ന നിന്റെ ദാസിയെ സന്നിധി ചേർക്കൂ. സ്നേഹ ബഹുമാനപ്പെട്ട കളീക്കൽ ബ്രദർ അബ്രാഹം, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഓതറ എന്ന സ്ഥലത്ത് 1961 കളീക്കൽ ഇബ്രാഹത്തിൻ്റെയും അച്ചാമ്മയുടെയും മകളായി ലിസി ജനിച്ചു. ആയിരത്തി 1983 നവംബർ മാസം 20-ാം തീയതി ഓതറയിൽ നിന്ന് വെളിനാട് ഇടവക വടക്കേട് മത്തായി അച്ചാമ്മ മകൻ മാത്യുവും തമ്മിലുള്ള വിവാഹം നടന്നു. ഭർത്താവ് 1992 ഏപ്രിൽ മാസം 26-ാം തീയതി മരിച്ചു. വിവാഹ ജീവിതം 9 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2026 ജൂൺ മാസം 2-ാം തീയതി 21-ാം തീയതി മരിച്ചു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 34 വർഷത്തോളം ലിസി വിധവയായി കഴിഞ്ഞു. 2026 ജൂൺ മാസം 21-ാം തീയതി കുടുംബജീവിതം ആരംഭിച്ചിട്ട് 43 കൊല്ലമായി. അതിൽ 34 വർഷവും വിധവയായിരുന്നു. ഈ 9 വർഷത്തെ കാലയളവിൽ 2 മക്കളുണ്ടായി, നിഷയും നിതിനും. ഞാൻ ഇവിടെ വരുമ്പോൾ പ്രത്യേകിച്ച് നിതിൻ്റെ 2ാമത്തെ കുട്ടിയുടെ മാമോദീസായ്ക്ക് പരിചയപ്പെടാനായിട്ട് സാധിച്ചു. അതിനുശേഷം കുമരംകരി വാർഡിലെ വീടുകൾ സന്ദർശിക്കാനായിട്ട് പോയ അവസരത്തിൽ ലിസിയുടെ ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ലിസിയെ ഞാൻ വിളിച്ചപ്പോൾ ലിസി പറഞ്ഞു, മോൻ്റെ കുട്ടിക്ക് ഒരു ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റൂർ ആണ് ഞാൻ താമസിക്കുന്നത്, പിന്നെ അച്ഛനെ കാണാമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ കാണുക, ഈ ജൂൺ മാസം 2-ാം തീയതി കുമരങ്കരി സെൻ്റ് ആൻ്റണീസ് ചാപ്പലിൽ കുർബാന കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നപ്പോൾ എന്നോട് ലിസി പറഞ്ഞു, അച്ഛൻ്റെ വണ്ടിയിൽ ഞാനും കയറുകയാണ്. 2-ാം തീയതി വൈകുന്നേരം ഒരു 6:30 മണിയായപ്പോൾ എൻ്റെ വണ്ടിയിൽ കയറി ആ വീടിൻ്റെ ഭാഗത്തായിട്ട് അവിടെ ഇറങ്ങുകയും ചെയ്തു.
പിന്നീട് അറിയുന്നത് 21-ാം തീയതി മരിച്ചു. പിന്നെ ഞാൻ ഞായറാഴ്ച മരിച്ചു എന്നാണ് അറിയുക. വളരെ അടുത്തൊന്നും എനിക്ക് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. എങ്കിലും എനിക്ക് പറയാൻ സാധിക്കും, ഒരുപാട് പേര് ഈ ദിവസങ്ങളിൽ ഞായറാഴ്ച മുതൽ എന്നോട് പറഞ്ഞു, അതുപോലെ ഇന്ന് കോയിക്കലെ അവതക്കൂട്ടി പാപ്പൻ്റെ 41 അന്ന്. അവിടെ രാവിലെ കുർബാനയും കഴിഞ്ഞ് വീട്ടിൽ മന്ത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അവസരത്തിലെല്ലാം ഒരുപാട് പേര് എന്നോട് ഈ ലിസിയെക്കുറിച്ചാണ് പറഞ്ഞത്. ലിസി 1983 കുമരംകരി വരുമ്പോഴത്തേക്കും ഒരു ദരിദ്രയായ പെണ്ണ് 9 വർഷത്തെ കുടുംബജീവിതത്തിൽ ഭർത്താവ് മരിച്ചതിന് ശേഷം ഉണ്ടായ 2 കുഞ്ഞുങ്ങളെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയെടുത്തത്. ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ചരിത്രമാണ് അത്. വലിയൊരു പോരാട്ടമായിരുന്നെന്നാണ് പറയുക. നമ്മൾ സംസ്കാര ശുശ്രൂഷയിൽ വീട്ടിലെ പ്രാർത്ഥനയിൽ കാണുന്നുണ്ട്, ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. അപ്പം ശരിക്കും ലിസിയെ സംബന്ധിച്ച് ഒരു പോരാട്ടമായിരുന്നു അത്. പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ വേർപാടിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ വളർത്തിയെടുക്കുക, അതത്ര പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതയൊന്നുമില്ല. അപ്പോൾ ഓരോ പ്രകാരത്തിൽ ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിയെടുത്തു. അവരെ വിവാഹാന്തത്തിൽ പ്രവേശിപ്പിച്ചു. അവൾക്കൊരു ദുഃഖമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മകൻ്റെ കുട്ടിക്ക് സംസാരിക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടല്ലോ, അതിലൊക്കെ അവൾക്ക് ദുഃഖമുണ്ടായിരുന്നുവെന്ന് പലരും പറഞ്ഞറിഞ്ഞു. അതുകൊണ്ട് കൊച്ച് അവളുടെ കൂട്ടത്തിൽ കൊച്ചിൻ്റെ സൗഖ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു ആഗ്രഹത്തിൽ കൊച്ചിൻ്റെ കൂട്ടത്തിൽ അമ്മയും വല്യമ്മയും ഉണ്ടായിരുന്നു. എല്ലാവർക്കും എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധം അവൾക്ക് സ്ഥാപിക്കാൻ, ആർക്കും അവളെക്കുറിച്ച് ഒരു തെറ്റായിട്ടുള്ള ഒരു അഭിപ്രായമില്ല. കഷ്ടപ്പെട്ടിട്ട് ആണ് അവൾ ഇത്രയും നാൾ അവൾ തന്നെ വളർന്നു വന്നത്, ഈ കുഞ്ഞുങ്ങളെ കൊച്ചുമക്കളെയൊക്കെയും വളർത്തിയെടുത്തത്. സഹോദരങ്ങളെ നമ്മൾ ഞാനിങ്ങനെ പഠിക്കുകയായിരുന്നു. ഓരോരുത്തർ മരിച്ചു കഴിയുമ്പോഴും ഞാനിങ്ങനെയൊക്കെ ഈ രജിസ്റ്റർ നോക്കി കുറേ കാര്യങ്ങളൊക്കെ പഠിക്കും. എനിക്ക് തോന്നുന്നു വിവാഹം കഴിച്ചത് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് കുമരംകരി പള്ളിയിലാണ്. കുമരംകരി ഇടവപ്പള്ളി, ആ പള്ളിയിലാണ് ഇവൾ വിവാഹിതരായത്. ആ സമയത്ത് പിന്നീട് ഭർത്താവിനെ ഇവിടെയാണ് സംസ്കരിച്ചത്. അപ്പോൾ ഏതായാലും നമുക്ക് പ്രത്യേകിച്ച് ഇവൾക്ക് നന്ദി പറയാം, ദൈവത്തിന് നന്ദി പറയാം. കാരണം പ്രത്യേകിച്ച് ഇവളൊരു ജ്ഞാനായ ദമ്പതിമാർക്കുണ്ടായി. അപ്പോൾ സാധിച്ചു. ഈ അവസരത്തിൽ കുമരംകരിയും സ്ഥലവും ഈ പള്ളിയുമായിട്ട് അല്പം അകലത്തിലാണ്. ഒരു 10-20 മിനിറ്റ് വണ്ടിക്ക് പോയാലേ അവിടെ എത്തത്തുള്ളൂ. എങ്കിലും എനിക്ക് തോന്നുന്ന സൗകര്യത്തെ പ്രതി കുമരംകരി പള്ളി വെച്ച് ഇവൾ വിവാഹിതയായി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ ആ പള്ളിക്കാരെയും അവിടുത്തെ വികാരിച്ചനെയും സിസ്റ്റേഴ്സിനെയൊക്കെ പ്രത്യേകമായിട്ട് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ഇവിടെ എപ്പോഴും വരാൻ സാധിക്കില്ലെങ്കിലും ആത്മീയ കാര്യങ്ങളൊക്കെയും അത് നടത്താൻ അവിടുത്തെ കലാകാലങ്ങൾ വന്ന വികാരിച്ചന്മാരും സിസ്റ്റേഴ്സും അവിടുത്തെ ജനങ്ങളുമെല്ലാം ഒരുപാട് സഹകരിച്ചു. അവിടുത്തെ ആൾക്കാർ സഹകരിച്ചു, നന്ദി പറയുകയാണ്. പ്രത്യേകിച്ച് ഇവൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഇവൾ വലിയൊരു ഇൻസ്പിറേഷനാണ്, ഒരു പോസിറ്റീവ്നെസ്സാണ്, ഒരു പ്രചോദനമാണ്. കാരണം ഇവളുടെ ഒരു പോരാട്ടം വിശ്വാസത്തിൽ വളർന്നു വരാനും മക്കളെ വളർത്തിയെടുക്കുവാനും ഒക്കെയുള്ള ഒരു മനസ്സ്. അതുകൊണ്ടാണല്ലോ ഞാൻ പണ്ട് കൊച്ചുമ്മാൻ്റെ മാമദീസയുടെ അവസരത്തിൽ കണ്ടപ്പോൾ കുറച്ചുകൂടെ മെഡിക്കുകയായിരുന്നു. അതെനിക്കൊന്ന് ഫോട്ടോ. പക്ഷേ അന്ന് 2-ാം തീയതി കണ്ടപ്പോൾ വളരെ ക്ഷീണതയാണല്ലോ എനിക്ക് തോന്നി. എന്നാൽ അന്നൊന്നും കാര്യമായിട്ടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. എത്രയും പെട്ടെന്ന്
അവളുടെ വീട്ടിലൊന്നും ഞാൻ പോയില്ലായിരുന്നു, പോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അവൾ വേർപിരിഞ്ഞത്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ തിരുസഭയ്ക്കും നമ്മൾ കോട്ടയം അതിരൂപതയ്ക്കും കനാനായ സമുദായത്തിനും ഈ ഇടവയ്ക്കും ഈ സമൂഹത്തിനും പ്രത്യേകിച്ച് കുമരംകരി ദേശവാസികൾക്കും ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ഇവരുടെ 2 മക്കൾ, പ്രത്യേകിച്ച് നിഷയും നിതിനും. അപ്പോൾ നിതിൻ്റെ അവരുടെ അതുപോലെ തന്നെ കൊച്ചുമക്കൾ, തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇത് തമ്പുരാൻ്റെ ഒരു പദ്ധതിയാണ്. ഇന്നത്തെ കുർബാനയിൽ ലേഖന ഭാഗത്തും സുവിശേഷ ഭാഗത്തും പ്രത്യേകിച്ച് എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോഴൊക്കെ അതിന് ഉത്തരം 2 ദിക്കിലുമുണ്ട്, ലേഖനത്തിലുമുണ്ട് സുവിശേഷത്തിലുമുണ്ട്. കാരണം നമ്മൾ വിചാരിക്കരുത്, ജീവിച്ചിരിക്കുന്ന ഒരു അമ്മച്ചിയേക്കാൾ കൂടുതൽ പ്രിയമക്കളെ അമ്മച്ചി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആണ് 2 തരത്തിലാണ്. ഒന്ന്, അമ്മച്ചി പറഞ്ഞേച്ചാണ് പോകുന്നത്, എൻ്റെ മക്കളെ, എൻ്റെ ബന്ധുമിത്രങ്ങളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹം നിങ്ങളോടുകൂടി ഉണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് അവൾ പറയുന്നുണ്ട് ഒരു വശത്ത്. മറുവശത്ത് തീർച്ചയായിട്ടും ശരീരത്തിന് ജീവനില്ലെങ്കിലും തീർച്ചയായിട്ടും അമ്മച്ചി മക്കളെ ഓർക്കാതിരിക്കുകയില്ല, കൊച്ചുമക്കളെ ഓർക്കാതിരിക്കുകയില്ല, നമ്മളെ ഓർക്കാതിരിക്കുകയില്ല. എനിക്ക് ലിസി മരിച്ചിട്ടില്ല. കാരണം ശരീരത്തിന് ജീവനില്ല, പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ ഇടവയ്ക്ക് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും ലിസി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ആ ഒരു വിചാരമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി ലിസി പ്രാർത്ഥിക്കും. നമ്മൾ യാത്രയാക്കുന്നു. ലിസി നമുക്ക് വേണ്ടി പ്രത്യേകിച്ച് മാലാഖമാരുടെ മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ അനവരത്തും പാടി സ്തുതിക്കുവാൻ വേണ്ടി ഇവൾ സ്വർഗത്തിലെത്തണം. ഒരു വശത്ത് എത്തിയെന്ന് നമുക്ക് വിശ്വസിക്കാം. അത്രമാത്രം കഷ്ടപ്പാടുകൾ ഇവിടെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങനെ വിശ്വസിക്കുമ്പോഴും തീർച്ചയായിട്ടും ബലഹീനരായ മനുഷ്യർ നമുക്ക് വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഒക്കെയും കുറവുകൾ വരാം. അപ്പോൾ അത് മനുഷ്യരല്ല തരത്തിൽ എന്തെങ്കിലും ഈ ശുശ്രൂഷ 65 വയസ്സ് കാലത്തിൽ ഈ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും പോരായ്മകളോ കുറവുകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിനായിട്ട് നമുക്ക് പ്രായശ്ചിത്തം ചെയ്യാം, പരിഹാരം ചെയ്യാം. ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് നമ്മൾ അവളുടെ നല്ല ജീവിതം നമുക്ക് അനുകരിക്കാൻ സാധിക്കണം. സമയത്ത് ബലഹീനതകളും കുറവുകളും ഉണ്ടെങ്കിൽ അത് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. അതിനാൽ സഹോദരങ്ങളെ, ഈ മക്കളെ നമ്മളിന്നുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് തീരരുത്. ഈ മക്കളെ ഇപ്പോൾ ഓർക്കാം. അവരുടെ കൊച്ചുങ്ങൾ അവരെയൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഒക്കെയുള്ള പ്രാർത്ഥനയും പിന്തുണയൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അതോടൊപ്പം തന്നെയും നമ്മൾ എല്ലാവരും ഒരു ഈ യാത്രയപ്പിൽ സംബന്ധിക്കാൻ വന്നു. വീട്ടിലും ഒത്തിരി ആളുണ്ടായിരുന്നു. അതുപോലെ തന്നെ യാത്രയിലും അതുപോലെ പള്ളിയിലുമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നമ്മൾ സെമിത്തേരിയിലേക്ക് ഈ അമ്മച്ചി എടുക്കുകയാണ്, ചേച്ചി എടുക്കുകയാണ്, ലിസി എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എന്തിനാണ് നമ്മൾ ഒരു മാമോദീസ മുക്കുമ്പോഴാണ് ആദ്യമായിട്ട് പള്ളിയിലേക്ക് കയറി വരിക. പിന്നീട് ഔദ്യോഗികമായിട്ട് വിവാഹം ഒന്ന് കുതായ സ്വീകരിക്കുമ്പോഴുമാണ്. പിന്നീട് പല പ്രാവശ്യം പള്ളിയിൽ വരുന്നുണ്ടെങ്കിലും പിന്നീട് ആദ്യത്തെ പ്രാവശ്യം ജീവനോടുകൂടി വരുന്നു, രണ്ടാമത്തെ പ്രാവശ്യം ജീവനോടുകൂടി വരുന്നു. പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം വരുന്നത് യഥാർത്ഥത്തിൽ എന്തുവേണ്ടി ഈ പള്ളിയോട് യാത്ര ചോദിക്കാനാണ്, ഈ ബലിപീഠത്തോട് യാത്ര ചോദിക്കാനാണ്. ഇവിടെ കാലാകാലങ്ങളിൽ ശുശ്രൂഷ ചെയ്ത പട്ടക്കാരോട് യാത്ര ചോദിക്കാൻ, അവസാനം വന്ന ഈ അതിഥിയായ എന്നോടും യാത്ര ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പള്ളിക്കകത്ത് കയറി വന്നിരിക്കുക. എൻ്റെ സഹോദരരെ, ഞാൻ നിങ്ങൾ നകന്നു പോകുന്നുവെങ്കിൽ എൻ്റെ സ്നേഹം എന്നും നിങ്ങളോട് ഉണ്ടായിരിക്കും. എന്നെ കുദാശകളാൽ വളർത്തിയെടുത്ത പ്രിയപ്പെട്ട ദേവാലയമേ, പുരോഹിതരെ, ഞാൻ എനിക്ക് നന്ദി പറയുന്നു. സഹോദരരെ, നമ്മൾ എപ്പോഴും പള്ളിയോട് ബന്ധപ്പെട്ടാണ് വളർന്നു വരിക. അതൊരു വലിയ മാതൃകയായിരിക്കണം. കാരണം വിചാരിച്ചല്ലോ, ഈ ബുദ്ധിമുട്ടിനിടയിലും കഴിഞ്ഞ 2-ാം തീയതി ചൊവ്വാഴ്ച
അവൾ ഓടി കുമരങ്കരി ചാപ്പലിൽ കുർബാനയ്ക്കായിട്ട് വന്നു. അത് തന്നെ ഒരു പോസിറ്റീവാണ് കേട്ടോ. എത്രയോ പേർക്ക് വരാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇവൾ വന്നു കാരണം അവൾക്ക് അത്രമാത്രം ചിലപ്പോൾ തമ്പുരാനോട് പല കാര്യങ്ങളും പറയാൻ കാണും. ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ വീട്ടിൽ തിരി കത്തിച്ചു, സെമിത്തേരിയിലും പോയി തിരി കത്തിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ആ തിരി എരിഞ്ഞ് തീരുകയാണ്. ഇല്ല നമ്മൾ ചിലപ്പോൾ ആ തിരി എപ്പോഴും ഊതിക്കെടുത്തും. പക്ഷേ ഇവിടാകുന്ന പ്രകാശം അത് പ്രസരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആ തിരി ഒരിക്കലും കത്തിത്തീരുന്നില്ല. ആ തിരി ചിലപ്പോൾ കത്തിത്തീരുന്നത് നമുക്ക് വേണ്ടിയാകാം. അതുകൊണ്ട് അവളാകുന്ന പ്രകാശത്തെ മാതൃകയാക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെയും തീർച്ചയായിട്ടും നമ്മൾ ചന്ദനത്തിരി നമ്മൾ വഞ്ചരിച്ച് പോയിക്കുന്നുണ്ട്. ധൂപം ഇവിടെ നമ്മൾ ധൂപിക്കുന്നുണ്ട്. അവിടെയും അത് പരിമള ധൂപം പോലെ എന്ന് പറയുമ്പോൾ ഇവളിലെ സുഗന്ധം ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അത് നമുക്ക് കുറച്ചുകൂടെ ഒരു വലിയൊരു അനുഭവമാകട്ടെ, ഒരു പ്രാർത്ഥനയാകട്ടെ. തീർച്ചയായിട്ടും നമ്മളും ഇവളുമായിട്ട് ഒരുമിക്കണം. ഇവളുടെ ഭർത്താവുമായിട്ട് ഇവൾ ഒരുമിക്കാൻ പോകുന്നു. ഇനി നീ താമസിക്കാതെ നമ്മളും ഒരുമിക്കും കേട്ടോ. നമ്മൾ വിചാരിക്കരുത് എപ്പോഴും നമ്മളെല്ലാവരും ഈ ഭൂമിയുടെ സ്വന്തമാണെന്നല്ലല്ല. നമ്മളൊക്കെ ഇന്നല്ലേ നാളെ പോയേ പറ്റൂ. അതുകൊണ്ട് ഓരോ മൃതസംസ്കാര ശുശ്രൂഷയും ഓരോ കൂദാശ അനുകരണമാണ്. നമ്മളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു വലിയ അവസരമാണിത്. ഇത് നമ്മൾ മറന്നു പോകരുത് കേട്ടോ. കാലത്തെ 5-ാമത്തെ ചൊവ്വാഴ്ചയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളെ കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ സുവിശേഷം അനുസരിച്ച് ജീവിക്കുക, സുവിശേഷ പ്രകാരം നമ്മുടെ കുടുംബാംഗങ്ങളെ വളർത്തിയെടുക്കുക, സുവിശേഷം കൈമാറ്റം ചെയ്യണം. അപ്പോൾ ആ തരത്തിൽ ഇവളുടെ ഭർത്താവിനോടും ഇവളുടെ മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെയും കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ഇവൾ സുവിശേഷം പ്രായോഗികമായിട്ട് അവൾ പകർത്തുകയായിരുന്നു. ഇത് മാതൃക നമുക്ക് പിഞ്ചെല്ലാം ഒരിക്കൽ കൂടി ഈ തമ്പുരാന് നന്ദി പറയുന്നു. ഈ മക്കൾക്കും ബന്ധുമിത്രർക്കും വേണ്ടി ഞാൻ അവരെ നമുക്ക് ആശ്വസിപ്പിക്കാം. തീർച്ചയായിട്ടും ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമുചിതമായ ജീവിതം നയിച്ചുകൊണ്ട് നമുക്കൊരു നല്ല യാത്രയെ കൊടുത്ത് ഇവളെ വിശ്രമത്തിനായിട്ട് പറഞ്ഞു വിടാം. കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ ഇവൾ ഉത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് തമ്പുരാൻ്റെ വലതുഭാഗത്ത് നമ്മളും ഇവളും നിൽക്കുവാൻ ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനയിൽ തുടരാം. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതലാമകിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കും നീ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടൻ എഴുന്നേൽക്കും. അവന്റെ നാമം ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥനയിക്കുന്നു. ദുഷ്ടന് വിനയിൽ ശിഷ്ടന് ഒരുപോലെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവും സുതനും റൂഹായിക്കും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടെ ലോകം നമ്മുടെ സഹോദരി ലിസിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽക്രമങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഈ മകളെ ദൈവനീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉറപ്പിക്കുകയും നല്ല സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഈ മകളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഈ ആളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കരുണാപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ.
എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കളീകൽ എബ്രാഹിം ലിസിയുടെ ആങ്ങളുടെ മകനാണ്, ഡീക്കനാണ്, താമസിയാതെ വൈദികനാകും. ലിസിക്ക് വേണ്ടി കപ്പിയാർ യാത്ര ചോദിക്കുന്നു, യാത്ര പറയുന്നു. ദൈവത്തിൻ്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റ് കൂദാശകളാൽ എൻ്റെ ആത്മാവിനെ കൃപാവനം ചുരുക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമ്മൾ ചെമ്മിത്തരിൽ പോകുമ്പോൾ അവിടെ 2 ലൈനായിട്ട് പോവുക. ഏറ്റവും പിറകിലായിരിക്കണം മൃതദേഹം വഹിക്കുക കേട്ടോ. 2 ലൈനായിട്ട് സെമിത്തേരിയിലേക്ക് പോവുക. നമ്മുടെ മൃതസംസ്കാര ശുശ്രൂഷ പൂർണ്ണമാകുന്നത് വരെ അവിടെ നിന്ന് പ്രാർത്ഥിക്കാനും ശേഷമുള്ള കാരണം. എൻ്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്ത ദൈവം വാഴ്ത്തപ്പെടുവാനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം, നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാർ അന്തരമിയലാൽ ഉത്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു. മൃതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ നേടി. ഭീകരമൃതിതൻ ചങ്ങലയേവം പൊട്ടി നുറുങ്ങി. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി. നാഥൻ നവമായി ഉത്ഥാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോ രജസുതനിനിയും ജയലാളിതനായി വരുമീ ധരയിൽ കുരിശിൻ പ്രഭയാൽ പരിവേഷ്ടിതനായി. ആകാശത്തിൽ
പരമേൽ നരരും അക്ഷമരായി നിൻ ആഗമ ദിവസം പാർത്തു കഴിപ്പൂ. വീട്ടജമാനൻ പ്രതിഫലമേകാൻ എത്തും ദിവസം വേഗം പുലരാൻ ഭൃത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. ആശ്വസിപ്പിക്കണമേ. മനുഷ്യ
പോറ്റട്ടെ. നീ സ്വീകരിക്കാതിരിക്കുന്നതായകൾ അത്യുന്നത ദൈവത്തിലെ ന്യായാസനത്തിൽ എന്നെ സഹായിക്കട്ടെ. മരണത്തിലെ ജീവനെ നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. മനുഷ്യാ നീ പൊടിയാവുന്നു, പൊടിയിലെ മടങ്ങുന്ന പുറത്തുവിടുക. തുടർന്ന് വരുന്ന ഗാന സമയത്ത് സംഗീതജ്ഞാനം അറിയാവുന്നതാണ്. രണ്ടിലേനായിട്ട് വന്ന് ഭൂകളെല്ലാം ചെയ്തിട്ട് ജീവിതകാരം അർപ്പിക്കുക. മുഖത്ത് കുട്ടികളുടെ കാര്യം വിചാരിക്കാം. കൈതൊട്ട് പിന്നെ അനുഗ്രഹവുമായി കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ നല്ലൊരു തുറസാവേ. കർത്താവേ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അവനതാ ഞങ്ങൾക്കുദ്ധാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശമേ ഭൂതലവും താവുമല്ലോകതാവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാനരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരൊന്നോർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ തെളിവായുടെ നാഥാ നിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായ എന്നെ വിധിക്കല്ലേ. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉത്താനം നീകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ. ആമേൻ ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാവനിക്ക് പൊറുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവിൻ ദാസീവിധി നാളിൽ കാകള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയം അണിഞ്ഞൊരുവൻ മഹിമത്തുതിയോടെ. മിശിഹാകർത്താവിൻ ദാസീവിധി നാളിൽ കാകള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയം അണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായിലീശ മർത്തയോടും കൂടെ കടശീലുദ്ധാനം നിതരാങ്കനി വാർന്നരുളട്ടെ കർത്താവകിലേശൻ. മിശിഹാകർത്താവിൻ ദാസി വിധി നാളിൽ കാകള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയം അണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. ഹൃദയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുദ്ധാനം വരുമല്ലോ മരണമുറക്കം താൻ.
മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയം അണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ പറയുന്നു, ഞാനെപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ നീ ആശപ്പെടുന്നു, നീ എന്തൊരു വിഷാദിച്ചു കലങ്ങുന്നു. നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനെ ഉറപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനായ ദൈവം തൻ്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ ജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർത്തിലേക്ക് ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ മൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച ആളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യനിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ മൃതസംസ്കാര ശുശ്രൂഷയിൽ സഹകരിച്ച ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ഷമാശനും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ നന്ദി പറയുന്നു. എല്ലാവർക്കും കാപ്പി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കാപ്പിയിൽ സഹകരിക്കുക. തുടർന്ന് 5 മണിയാവുമ്പോൾ പള്ളിക്കകത്ത് നാളോത്ത് പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. ദുഃഖമില്ല രാജ്യത്തിൽ ഞാൻ എത്തിയിടും വേഗം, നിത്യം സന്തോഷം നൽകിടും സ്വർഗഭവനമതിൽ. ദുഃഖമില്ല രാജ്യത്തിൽ ഞാൻ എത്തിയിടും വേഗം, നിത്യം സന്തോഷം നൽകിടും സ്വർഗഭവനമതിൽ. അല്പം ദൂരം മാത്രം ഈ യാത്ര തീരുവാൻ, എൻ ഭാരമെല്ലാം തീർന്നിടും മാത്ര നേരത്തിൽ. യാത്രയിൽ കർത്തൻ കരുതിടും ഭാരം ചുമക്കേണ്ട,
വിശുദ്ധർ കൂട്ടത്തിൽ കണ്ണുനീരില്ലാത്ത നാട്ടിൽ എൻ കർത്താവാമേശുവോടെ ഞാൻ നിത്യവും ആനന്ദിച്ചാർത്തിടും വിശുദ്ധർ കൂട്ടത്തിൽ. അല്പം ദൂരം മാത്രം ഈ യാത്ര തീരുവാൻ എൻ ഭാരമെല്ലാം തീർന്നിടും മാത്ര നേരത്തിൽ. എൻ ഭാരമെല്ലാം തീർന്നിടും മാത്ര നേരത്തിൽ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളീടാ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര സഹജന്മാരെ സ്നേഹിതഗണമേ യാത്രയിതാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമെല്ലാം വെടിയുന്നു ഞാൻ. സോദരഗണമേ വത്സലസുതരേ കാണില്ല നാം